തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനപ്രകാരം കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യരുടെ മുഅ്മിനീങ്ങളുടെ ഈമാൻ തെറ്റിക്കുവാൻ വേണ്ടി ദജ്ജാൽ എന്ന ഭീകരൻ കടന്നു വരുന്നതാണ്. എന്നിട്ട് കള്ളത്തരങ്ങൾ പലതും പറയും, കബളിപ്പിക്കലുകൾ നടത്തും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മുസൈലിമത്തുൽ കസ്സാബ് എന്ന കള്ളപ്രവാചകൻ രംഗപ്രവേശനം ചെയ്തതുപോലെ ദജ്ജാലും രംഗപ്രവേശനം നടത്തുന്നതാണ്. ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത്തരം കള്ളപ്രവാചകത്വവാദികൾക്കെതിരെ പ്രബോധനങ്ങളും യുദ്ധങ്ങളും വരെ നടത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ കള്ളപ്രവാചകനെതിരെ പ്രചാരണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ജനങ്ങളുടെ ഈമാൻ അപകടത്തിലാകുമായിരുന്നു. അപ്രകാരം തന്നെ ദജ്ജാലിനെ പറ്റിയുള്ള വിശദീകരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിക്കാവുന്നതാണ്. ദജ്ജാലിൻ്റെ കാപട്യങ്ങളിൽ വീഴാതിരിക്കാൻ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ ദജ്ജാലിനെ പറ്റിയുള്ള രൂപഭാവത്തിൽ നാം സങ്കൽപ്പിച്ച് തെറ്റിദ്ധരിച്ചതാണ് ദജ്ജാൽ ഒറ്റക്കണ്ണനാണ് എന്നത്. ഹദീസുകളിൽ ദജ്ജാലിനെ പറ്റി അഅ്വർ എന്ന പ്രയോഗം കാണുന്നതാണ്. പലരും അതിനെപ്പറ്റി ഒറ്റക്കണ്ണൻ എന്ന തെറ്റിദ്ധാരണയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ രൂപരേഖകൾ നമുക്ക് ദൃശ്യമാകുന്നത് പോലെ നെറ്റിയിൽ കണ്ണുള്ള ആളല്ല ദജ്ജാൽ. മറിച്ച് അഅ്വർ എന്ന പരാമർശത്തിൻ്റെ വ്യാഖ്യാനം, അതിൻ്റെ ആശയം ഒരു കണ്ണ് പുറത്തേക്ക് തള്ളിയതും മറ്റൊരു കണ്ണ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതും എന്നാണ്. അപ്പോൾ ദജ്ജാലിൻ്റെ ഒരു കണ്ണ് പുറത്തേക്ക് തള്ളിയതാണ്. ആ കണ്ണുകൊണ്ട് അവന് കാണാൻ പറ്റുന്നതാണ്. മറ്റേ കണ്ണ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ്. അത് അന്ധതയുള്ള കണ്ണാണ്, കാണാൻ പറ്റുന്നതല്ല. അങ്ങനെയാണ് മസഖ് മംസൂഖുൽ ഐൻ എന്ന പരാമർശത്തിൻ്റെ അർത്ഥം എന്ന് ഹദീസ് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട്. നെറ്റിയിൽ കാഫിർ എന്ന മുദ്രയും പതിപ്പിക്കപ്പെട്ടയാളാണ് ദജ്ജാൽ. ഒരുപാട് ജീവിത ക്ലേശങ്ങളുള്ളപ്പോഴാണ് ദജ്ജാൽ പ്രത്യക്ഷപ്പെടുന്നതിനാൽ ശരിയായ ഈമാനില്ലാത്തവർ അതിൽ പെട്ടുപോകുന്നതാണ്. ശരിയായ വിവരവും വിജ്ഞാനവും ആത്മീയജ്ഞാനവുമില്ലാത്തവർ ദജ്ജാലിൻ്റെ കാപട്യത്തിൽപ്പെട്ട് ഈമാൻ തെറ്റിപ്പോകുന്നതാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.